ഞായറാഴ്ചയായ ഇന്ന് സഭാവിശദീകരണത്തിന്റെ ഞായറാഴ്ചയായ ഇന്ന് നമ്മുടെ പ്രത്യേക വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ചരിത്രഭാഗങ്ങൾ നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള ദൈവവചന ഭാഗങ്ങളാണ്. രണ്ട് ചോദ്യങ്ങളോടുകൂടിയാണ് ഇന്നത്തെ വേദഭാഗം ആരംഭിക്കുന്നത്. ഒന്നാമതായി യേശുനാഥൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? യേശുനാഥന്റെ ഈ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകത നാം ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗലീലയിലെ കെത്രാഫിലിപ്പിയിലേക്കുള്ള പ്രവേശനത്തിന് യാത്രയ്ക്ക് മധ്യയാണ് യേശുനാഥന്റെ ശിഷ്യന്മാരോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ബൈബിൾ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഗലീലയിലെ കെത്രാഫിലിപ്പി അന്ധവിശ്വാസങ്ങളുടെ നാടായിരുന്നു. അതുകൊണ്ടാണ് കെത്രാഫിലിപ്പിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യേശുനാഥൻ തന്റെ ശിഷ്യന്മാർക്ക് താക്കീത് കൊടുക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചെടുക്കുന്നുണ്ട്. യേശുനാഥൻ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഫരിസേയരുടെയും സദൂക്കാരുടെയും പുളിമാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക, അവരുടെ പ്രബോധനത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെ യേശുവും ശിഷ്യന്മാരും അന്ധവിശ്വാസങ്ങളുടെ നാടായ കെത്രാഫിലിപ്പിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്യുന്നതായ വേളയിൽ വഴിയുടെ ഇരുവശത്തും നിമിഷ നേരങ്ങൾ കൊണ്ട് ജാഗ്രത കാണിക്കുന്ന അനേകം ഇന്ദ്രജാലക്കാരെ അവർ കണ്ടിരിക്കാം. ഒരുപക്ഷെ വെൽസബൂലിനെ കൊണ്ട് പിശാചിനെ പുറത്താക്കുന്ന, രോഗസൗഖ്യം നൽകുന്ന ഇന്ദ്രജാലക്കാരെയും അവർ ആ പാതയിൽ കണ്ടിരിക്കാം. അങ്ങനെ ഈ യാത്രയുടെ അവസാനമാണ് യേശുനാഥൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അന്ധന് കാഴ്ച കൊടുക്കാം, മുടന്തന് സൗഖ്യം കൊടുക്കാം, 5 അപ്പം കൊണ്ട് 5000-ത്തെ തൃപ്തി അടയിച്ച യേശുനാഥൻ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? യേശുനാഥൻ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട് ഇന്നത്തെ വേദഭാഗത്തിൽ. അവിടുന്ന് യേശുനാഥൻ ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അന്നും ഇന്നും എന്നും പ്രസക്തമായ ഒരു ചോദ്യം. ഇന്ന് എനിക്ക് യേശു ആരാണ്? യേശുനാഥന്റെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് മറ്റാരുമല്ല, അന്ധവിശ്വാസങ്ങളുടെ നാടായ കെത്രാഫിലിപ്പിയിൽ ജനിച്ചു വളർന്ന പത്രോസാണ് യേശുവിന്റെ ചോദ്യത്തിന് മറുപടി നൽകുന്നത്. പത്രോസ് പറയുകയാണ്, ചെറുപ്പം മുതലേ അന്ധവിശ്വാസങ്ങളെ കണ്ടു വളർന്ന പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനോടൊപ്പമായിരുന്നതിന്റെ, യേശുവിനോട് കൂടെ ആയിരുന്നതിന്റെ തിരിച്ചറിവിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനം. ഇന്നത്തെ ഈ വേദഭാഗത്തിലെ ഈ രണ്ട് ചോദ്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് ഒരു വലിയ പാഠം പകർന്നു നൽകുന്നു. എന്താണ് ആ പാഠം? ഇന്നത്തെ വേദഭാഗം വളരെ പ്രത്യേകമായ വിധം നമ്മെ ഓർമ്മിക്കുകയാണ്, എന്റെയും നിങ്ങളുടെയും ഒക്കെ വിശ്വാസം തിരിച്ചറിവുള്ള വിശ്വാസം. നമ്മുടെ വിശ്വാസം തിരിച്ചറിവുള്ള വിശ്വാസമായി മാറണം. സെക്കൻഡ് ഹാൻഡ് ഫെയ്ത്ത് എക്സ്പീരിയൻസിനെ പേഴ്സണൽ ഫെയ്ത്ത് എക്സ്പീരിയൻസ് ആക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ചെറുപ്പം മുതലേ യേശുവിനെ പറ്റി നാം അറിയുന്നുണ്ടാവാം, ചെറുപ്പം മുതലേ യേശുവിനെ പറ്റി നാം കേൾക്കുന്നുണ്ടാവാം, പഠിക്കുന്നുണ്ടാവാം. എന്നാൽ നാം അറിഞ്ഞ ഈ വിശ്വാസത്തെ തിരിച്ചറിവിന്റെ വിശ്വാസമാക്കി മാറ്റുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം തിരിച്ചറിവിന്റെ വിശ്വാസമാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇന്നത്തെ വേദഭാഗം വളരെ പ്രത്യേകമാവിധം 3 ചെക്ക് ലിസ്റ്റുകൾ നമുക്ക് നൽകുന്നു. എന്റെ വിശ്വാസവും തിരിച്ചറിവിന്റെ വിശ്വാസമാണെന്ന് തിരിച്ചറിയാനായി ഇന്നത്തെ വേദഭാഗം നൽകുന്ന ഒന്നാമത്തെ ചെക്ക് ലിസ്റ്റാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. യേശുനാഥൻ ശിമയോൻ പത്രോസിനോട് പറയുകയാണ്, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, പിന്നെയോ എന്റെ പിതാവാണ്, എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവാണ് എനിക്ക് വെളിപ്പെടുത്തി തന്നത്. നമ്മുടെ വിശ്വാസം തിരിച്ചറിവിന്റെ വിശ്വാസമായി മാറണമെങ്കിൽ ഇതുപോലെയുള്ള ദൈവിക എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ദൈവിക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത്? ദിനംപ്രതിയുള്ള പ്രാർത്ഥനകളിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ആ നിമിഷങ്ങളൊക്കെയും ദൈവഫലം ശ്രമിക്കുന്ന അത്തരം നിമിഷങ്ങളാക്കി നാം മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് പരിശ്രമിക്കണം. അപ്പോഴാണ് ദൈവിക വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുക. നമ്മുടെ വിശ്വാസം ഒരു തിരിച്ചറിവിന്റെ വിശ്വാസമായി മാറുക. രണ്ടാമത്തെ
ചെല്ലിട്ട് യേശുനാഥൻ നിന്ന് നൽകുകയാണ്. എന്റെ നിങ്ങളുടെ വിശ്വാസം തിരിച്ചറിവിന്റെ വിശ്വാസമായി മാറണമെങ്കിൽ നമ്മുടെ വിശ്വാസം പാറ പോലെ ഉറച്ച വിശ്വാസമായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശുനാഥൻ ശിമയോനോട് പറയുകയാണ്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ ഞാൻ പണിയും. പത്രോസിന്റെ ദൃഢമായ വിശ്വാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ പാറമേൽ ഭവനം പണിത ബുദ്ധിമാനായ ഒരു മനുഷ്യന്റെ കഥ നാം വായിച്ചെടുക്കുന്നുണ്ട്. മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും ആ ഭവനം വീടില്ല. കാരണം ആ ഭവനത്തിന്റെ അടിത്തറ പാറമേൽ പണിയപ്പെട്ടതായിരുന്നു. ശക്തമായ പാറമേൽ പണിയപ്പെട്ട അടിത്തറയായിരുന്നു ആ ഭവനത്തിൻ്റെത്. അതുകൊണ്ട് ആ ഭവനം വീടില്ല. നമ്മുടെ വിശ്വാസം ഇതുപോലെ ഉറച്ചതായ അടിത്തറമേൽ പണിയപ്പെട്ടതാണ്. മൂന്നാമത്തെ ചെക്ക്ലിസ്റ്റ് ഇന്നത്തെ വേദഭാഗത്തിലൂടെ യേശുനാഥൻ നമുക്ക് നൽകുകയാണ്. നാം സഭയോട് ചേർന്ന് ചിന്തിക്കുന്നവരാണ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല, സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. യേശുനാഥൻ പത്രോസിലൂടെ സ്ഥാപിച്ചതായ ദൃഢമായ പാറമേൽ വിശ്വാസത്തിന്റെ സ്ഥാപിതമായ ഈ സഭയോട് ചേർന്ന് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, സഭയോട് ചേർന്ന് ചിന്തിക്കുന്നവരായി മാറുക. നാം സഭയോട് ചേർന്ന് ചിന്തിക്കുന്നവരായി മാറണം. സഭ നിഷ്കർഷിക്കുന്ന നോമ്പിന്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയുമായ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നാം ചേർന്നവരായി മാറണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുക. സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ ഈ 3 പ്രധാന കാര്യങ്ങൾ യേശുനാഥൻ നമുക്കിന്ന് പകർന്നു നൽകുമ്പോൾ, ഇന്നത്തെ വേദഭാഗത്തിലൂടെ പറഞ്ഞു തരുമ്പോൾ, ഈ 3 ചെക്ക്ലിസ്റ്റുകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനായിട്ട്, പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. അപ്പോഴാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ അവിടെ വിശദീകരിക്കപ്പെടുക, നമ്മുടെ സഭാ ജീവിതം വിശദീകരിക്കപ്പെടുക, നമ്മുടെ കുടുംബ ജീവിതം അവിടെ വിശദീകരിക്കപ്പെടുക. പൂർവ്വചിന്തവും ഞായറാഴ്ചയായി സഭാ വിശദീകരണത്തിന്റെ ഈ പരിശുദ്ധമായ ഈ ദിവസത്തിൽ തമ്പുരാൻ നൽകുന്നതായ ഈ 3 ചെക്ക്ലിസ്റ്റുകളെ, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അതിന് വേണ്ടതായ പ്രവർത്തനം തമ്പുരാനിൽ നിന്നും അപേക്ഷിക്കാം.